മുഴുവൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എക്സാം തൊട്ട് മെയിൻ എക്സാം വരെ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ലീസ് ഫിനാൻസിങ്. 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വാട്ട് ഇസ് ലീസ് ഫിനാൻസിങ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസ് ഫിനാൻസിങ് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ലീസ് ഫിനാൻസിങ്ങിനെ പറ്റി നമ്മൾ എഴുതുക എന്നുള്ളത്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്ത് 2 ടേം ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം അങ്ങ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലീസ് ഇസ് എ കോൺട്രാക്ച്വൽ അഗ്രിമെന്റ്. അതൊരു അഗ്രിമെന്റ് ആണ് വെയർ ബൈ വൺ പാർട്ടി ദാറ്റ് ഇസ് ഓണർ ഓഫ് ദി അസറ്റ് ഗ്രാൻസ് ദി അതർ പാർട്ടി ദ റൈറ്റ് ടു യൂസ് ദി അസറ്റ് ഇൻ റിട്ടേൺ ഫോർ എ പീരിയോഡിക് പേയ്മെന്റ്. ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 2 വീടുണ്ട്. എന്താണ്? എനിക്ക് 2 വീടുണ്ട്. അതിലൊരു വീട്ടിലല്ലേ ഞാൻ താമസിക്കത്തുള്ളൂ. ഒരു വീട്ടിൽ താമസിച്ചാൽ പോരെ, മറ്റേ വീട് വെറുതെ കിടക്കുക. അപ്പം എൻ്റെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു, അവരുടെ വീട് പണി നടക്കുക, അപ്പോൾ അവർക്ക് ഒരു 6 മാസത്തേക്ക് എൻ്റെ വീട്ടിലൊന്ന് താമസിക്കാനായിട്ട് പറ്റണം അല്ലേ. അപ്പം നമ്മൾ പറയും, നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലേ, വാടകയ്ക്ക് ഞാൻ വീട് കൊടുക്കും എന്ന് പറയല്ലേ, റെന്റൽ ഹൗസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാൽ ഈ വീട്ടിൽ ഒരു 6 മാസം താമസിച്ചു വന്നിട്ട് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം ഞാൻ അവിടെ ഒരു അഗ്രിമെന്റ് കൊടുത്തിരിക്കുന്ന 6 മന്ത്സിലേക്കാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റത്തില്ല, ഒരു 10,000 രൂപ വെച്ച് മാസം എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പം 10,000 rupees ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻ്റെ റെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ ഫ്രീ ആയിട്ടാണോ ആ വീട് കൊടുത്തത്? അല്ല. പിന്നെ എന്താണ് ഞാൻ കൊടുത്തത്? ആ വ്യക്തിക്ക് ഒരു എഗ്രിമെന്റ് ആണ് കൊടുത്തത്. എന്ത് എഗ്രിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്? എൻ്റെ അസറ്റ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാൻ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു റൈറ്റ് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ വന്ന പുള്ളിയുടെ പേരിൽ ഞാൻ എഴുതി കൊടുത്തോ വീട്? ഇല്ല. അപ്പം ഇവിടെ പറയുന്നുണ്ട് എന്താണ്? It is an agreement whereby one party, that is the owner of the asset, ഞാൻ എന്ത് ചെയ്തു? ഗ്രാൻഡ് ചെയ്തു അല്ലേ. ദി അതർ പാർട്ടി ദ റൈറ്റ് ടു യൂസ് ദി അസറ്റ്. എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് വീടാണ് അല്ലേ. ഇൻ റിട്ടേൺ ഫോർ എ പീരിയോഡിക് പേയ്മെന്റ് അല്ലേ. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻ റിട്ടേൺ നമ്മൾ എന്താണ് മേടിച്ചത്? 10,000 രൂപ ഞാൻ റെന്റൽ ഫീ ആയിട്ട് ഞാൻ മേടിച്ചു അല്ലേ. അപ്പൊ ലീസിങ് ഇസ് എൻ അഗ്രിമെന്റ് ഓഫ് അക്വയറിംഗ് ദ റൈറ്റ് ടു യൂസ് ദി എക്യുപ്മെന്റ്. അതിപ്പോ ഒരു മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അപ്പം ലൈറ്റും സൗണ്ടും ഒക്കെ നമ്മൾ വാടകയ്ക്കാണ് എടുക്കുന്നത്. പോട്ടെ, നിങ്ങൾ കലോത്സവത്തിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ തയ്പ്പിക്കുകയല്ല, നിങ്ങൾ വാടകയ്ക്ക് എടുക്കുവാണ് അല്ലേ. കാരണം നിങ്ങൾക്ക് എപ്പോഴും അത് യൂസ് വരുന്നില്ല, ആകെ ഒരു സിംഗിൾ യൂസിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ഒത്തിരി പൈസ മുടക്കി അത് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? നിങ്ങൾ കുറച്ച് നേരത്തേക്ക് നിങ്ങളെ പൈസ കൊടുത്തിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക, അതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഓർ അസറ്റ് വിത്തൗട്ട് ആക്ച്വലി ഓണിങ് ദ സെയിം. നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളവിടെ അത് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു റൈറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന 2 ടേം ആണ് നിങ്ങൾക്ക് എപ്പോഴും തെറ്റായിട്ട് പോകുന്നത്. ദി ഓണർ ഓഫ് ദി അസറ്റ് ഇസ് കോൾഡ് ലെസർ. അപ്പം OWNER ഓണറിനെ നമ്മൾ LESSOR എന്ന് പറയും. ഓണർ O വരുമ്പം ലെസർ OR വരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പം ഓണറിനെ ലെസർ എന്നും യൂസ് ചെയ്യുന്ന വ്യക്തിനെ ലെസ്സി എന്നും പറയും അല്ലെ. നേരത്തെ എനിക്കൊരു വീടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ ആരാണ്? ഓണറാണ് അല്ലെ. അപ്പൊ ഞാൻ ആരാ? ലെസർ ആണ്. അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് വീട് ആ ഒരു 6 മാസത്തേക്ക് താമസിക്കാനായിട്ട് റൈറ്റ് കൊടുത്ത ആ ഒരു വ്യക്തിനെ ഞാൻ ലെസ്സി എന്നും പറയും. ഓക്കെ, നമ്മൾ കുടിക്കുന്ന ലസ്സി അല്ല, LESSEE. ഓക്കെ, ലെസ്സി എന്നും പറയും യൂസ് ചെയ്യുന്ന വ്യക്തിനെ. ദ ലെസ്സി ഹാസ് ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് കോൾഡ് ലീസ് റെന്റ്. അപ്പം നമ്മൾ എന്താണ്? 10,000 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. അപ്പം ആ 10,000 രൂപേനെ നമ്മൾ എന്തെന്ന് പറയാം? ലീസ് റെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. ടു ദ ലെസർ ഫോർ ദ യൂസ് ഓഫ് ദി അസറ്റ്. അസറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ആ ലീസ് റെന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ഇസ് മെയ്ഡ് ആസ് റെഗുലർ ഫിക്സഡ് പേയ്മെന്റ് അല്ലെ. ഞാൻ പറയും മാസമാണ് തരേണ്ടത്, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ എനിക്ക് പൈസ വേണമെന്ന് ഞാൻ പറയുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം, അറ്റ് ദ ബിഗിനിങ് ഓർ അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത്, ക്വാർട്ടർ ഓർ ഇയർ. അത് നമ്മൾ പറയുന്ന പോലെ ചിലപ്പോൾ മാസം ആയിരിക്കും, ചിലപ്പോൾ ക്വാർട്ടർലി ആയിരിക്കും, ചിലപ്പോൾ ഇയർലി ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരും ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീസ് ഫിനാൻസിങ് വരുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് എഴുതാതെ പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. ഇത് അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫ്രണ്ടിനും കൂടി നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അപ്പം ഇതുപോലെ കുറേ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. ബൈ.